നമസ്കാരം. ഗവർണർ CV ആനന്ദ ബോസിനെതിരായിട്ടുള്ള ലൈംഗികാരോപണത്തിൽ കലങ്ങിമറിയുകയാണ് ബംഗാൾ രാഷ്ട്രീയം. ഗവർണർ CV ആനന്ദ ബോസിനെതിരായിട്ടുള്ള പീഡന പരാതി ആശങ്കയുണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത്. സന്ദേശ് ഖാലി വിഷയത്തിൽ ഇടപെട്ട ഗവർണർക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നുവെന്നാണ് ഇപ്പോൾ മമത ചോദിക്കുന്നത്. സംഭവത്തെ ബംഗാൾ മുഖ്യമന്ത്രി അപലപിക്കുകയാണ്. രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയാണ് കഴിഞ്ഞ ദിവസം ഗവർണർ CV ആനന്ദ ബോസിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഏപ്രിൽ 24-നും കഴിഞ്ഞ ദിവസവും രാജ്ഭവനിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറുകയും ലൈംഗിക താൽപ്പര്യത്തോടെ സ്പർശിക്കുകയും ചെയ്തു എന്നാണ് പരാതിക്കാരിയുടെ പരാതി എന്ന് പറയുന്നത്. 24-ാം തീയതി മോശമായ പെരുമാറ്റം ഉണ്ടായതിനാൽ കഴിഞ്ഞ ദിവസം സൂപ്പർവൈസറുമായാണ് ഗവർണറെ കാണാൻ പോയത്. സൂപ്പർവൈസറെ പറഞ്ഞയച്ച ശേഷം ഓഫീസിൽ തന്നോട് വീണ്ടും മോശമായി പെരുമാറി എന്നാണ് ജീവനക്കാരി നൽകിയ പരാതിയിൽ പറയുന്നത്. ഗവർണർക്ക് ഭരണഘടനാ സംരക്ഷണമുള്ളതിനാൽ കേസെടുക്കുന്നതിൽ ബംഗാൾ പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണിപ്പോൾ. വിവാദത്തിനിടെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ CV ആനന്ദ ബോസ് സത്യം ജയിക്കുമെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. അഴിമതിക്കും അക്രമത്തിനുമെതിരെയുള്ള പോരാട്ടം താൻ തുടരും എന്നുകൂടി ആനന്ദ ബോസ് വ്യക്തമാക്കുന്നുണ്ട്. ജീവനക്കാരിയെ ഗവർണർ നേരത്തെ ശാസിച്ചതാണ് പരാതിക്ക് കാരണമെന്നാണ് രാജ്ഭവൻ്റെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാളിലെ റാലിക്കായി രാജ്ഭവനിൽ താമസിക്കാനെത്തും മുമ്പാണ് ഈ പരാതി ഉയർന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. വിഷയം രാഷ്ട്രീയ ആയുധമാക്കിയ തൃണമൂൽ കോൺഗ്രസ് ഇരയ്ക്ക് നീതി ലഭിക്കുവാൻ മോദിയും അമിത്ഷായും ഇടപെടണമെന്ന് വരെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രാജ്ഭവൻ്റെ വിശുദ്ധി കളങ്കപ്പെട്ടുവെന്നും ഒപ്പം തന്നെ ഇത് ശരിയല്ല എന്നും TMC കുറ്റപ്പെടുത്തുകയാണ്. അതേസമയം തനിക്കെതിരായ സ്ത്രീ പീഡന ആരോപണത്തിൽ അവസാനത്തെ ചിരി തൻ്റേതായിരിക്കുമെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് എന്നാണ് പശ്ചിമ ബംഗാളിലെ ഗവർണറായിട്ടുള്ള CV ആനന്ദ ബോസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിഷയത്തിൽ ഗവർണർ എന്ന നിലയിൽ പ്രതികരിക്കുന്നത് ഉചിതമല്ല എന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഗവർണർ ആയ ശേഷം ബംഗാളിലെ അഴിമതിക്കും അക്രമത്തിനുമെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും അതിൽ തന്നോട് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ദേഷ്യമുണ്ട് എന്നും ആനന്ദ ബോസ് പറഞ്ഞു വെക്കുന്നു. സന്ദേശ് ഖാലി ശൈലി എന്ന് പറയപ്പെടുന്നത് മറ്റിടങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ ബംഗാളിലെ ഭരണകക്ഷിയിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം, ഇത് ദോഷം ചെയ്യുമെന്ന ഭയം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. തനിക്കെതിരായ നീക്കത്തിൽ ബംഗാളിലെ ഭരണകക്ഷിയുടെ ഇടയിൽ തന്നെ ഭിന്നാഭിപ്രായമാണ് ഉള്ളത് എന്നും അദ്ദേഹം പറയുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് മുമ്പ് പ്രമുഖ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ വിളിക്കുകയും പാർട്ടിയിൽ തങ്ങൾക്കെതിരെ വില കുറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നവരെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറയുകയും ചെയ്തതായും ഗവർണർ പറയുന്നു. ആരോപണം ഉന്നയിച്ച യുവതിക്ക് ജോലി വാഗ്ദാനം ചെയ്തതല്ല, ജോലിയിലെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു, ഇതവരെ കൃത്യമായി വിളിച്ച് ധരിപ്പിക്കുകയായിരുന്നു, ഇതിലുള്ള പ്രതികാരമാണ് ഇപ്പോഴത്തെ പരാതി എന്നുകൂടി ആനന്ദ ബോസ് പറയുന്നു. അതേസമയം അദ്ദേഹം ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ആരോപണത്തിൽ ഓഡിയോ സന്ദേശത്തിലൂടെയുള്ള ആനന്ദ ബോസിൻ്റെ പ്രതികരണം എന്ന് പറയപ്പെടുന്ന അത് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത ഗ്രനേഡിനും ഒളിയമ്പുകൾക്കുമായി ഞാൻ കാത്തിരിക്കുന്നുവെന്നും ദയവായി തൊടുക്കൂ എന്നുമാണ് അദ്ദേഹം ആ സന്ദേശത്തിൽ പറയുന്നത്. രാജ്ഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു വലിയ ഗൂഢാലോചനാ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അത് ജീവനക്കാർക്ക് ഗവർണർ നൽകുന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന പ്രിയപ്പെട്ട രാജ്ഭവൻ ജീവനക്കാരെ, എനിക്ക് നേരെ ഒരു രാഷ്ട്രീയ ശക്തി തൊടുത്ത ആരോപണങ്ങൾ താൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ആരോപണങ്ങൾ ഉണ്ടാകുമെന്ന് താൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അഴിമതിയും അക്രമവും തടയുവാനുള്ള തൻ്റെ ശ്രമങ്ങളെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാനാകില്ല എന്ന് പറയട്ടെ. ദ്രോഹചന്ത പുലർത്തുന്നവരുടെ അവസാന മാർഗമാണ് വ്യക്തിഹത്യ എന്ന് പറയപ്പെടുന്നത്. ഇത്തരം വൃത്തികെട്ട വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നവരുടെ സ്വഭാവം ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നതാണ് എന്നുകൂടി ഗവർണറുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവൻ സന്ദർശിക്കാൻ ഇരിക്കെയായിരുന്നു ഗവർണർക്കെതിരെ ജീവനക്കാരി ഈ ലൈംഗിക ആരോപണം ഉന്നയിച്ച് പോലീസിൽ പരാതി നൽകിയത്. വിഷയം തൃണമൂൽ നേതാക്കൾ ഏറ്റെടുത്തതോടെയാണ് ആനന്ദ ബോസ് പ്രതികരിക്കേണ്ട സാഹചര്യമുണ്ടായത്. സത്യം വിജയിക്കുമെന്നായിരുന്നു ഗവർണറുടെ വാക്കുകൾ തന്നെ. അത്തരത്തിൽ സത്യം വിജയിക്കട്ടെ. പക്ഷേ ഗവർണർ CV ആനന്ദ ബോസ് ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ആരോപണ വിധേയനാണ് എന്നിരിക്കുന്ന തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിനും നിയമത്തിന് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രേരിതമായ വ്യക്തിഹത്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊരിക്കലും അനുവദിച്ചു കൊടുക്കുകയും ചെയ്യരുത്.